ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ രാവിലെ ടാരോട്ട് കറണ്ട് ചോദിച്ചത് എൻ്റെ വ്യൂവേഴ്സിൻ്റെ ഇപ്പോഴത്തെ കറണ്ട് എനർജി നിങ്ങളിലേക്ക് വരുന്നത് ഇന്നത്തെ നിങ്ങളുടെ ദിവസത്തെ ഔട്ട്കം എന്താണ്, ഇന്ന് നിങ്ങൾ അറിയേണ്ട കാര്യം എന്താണ്, നിങ്ങളിന്ന് ചെയ്യേണ്ട കാര്യം എന്താണ്, അതറിഞ്ഞാൽ ചെയ്യേണ്ടത് എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ എത്തുകയാണെങ്കിൽ നിങ്ങൾക്കത് പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങളിത് ക്ലെയിം ചെയ്യുക. അപ്പോൾ എന്തു തന്നെയാണെങ്കിലും ഇത് ഈ വീഡിയോ എത്തുന്നത് അങ്ങനെയുള്ള ആൾക്കാരുടെ മുന്നിലായിരിക്കും. ജീവിതത്തിൽ എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന വ്യക്തികളുടെ മുന്നിലായിരിക്കും എത്തുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് ഒരു ക്ലിയറായ ഒരു വ്യൂ തരുന്നതായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇത് നിങ്ങളുടെ ഇന്നത്തെ എനർജി എന്ന് പറഞ്ഞാൽ എനർജി 3 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. 3 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ബിസിനസ് തുടങ്ങുകയോ എന്തെങ്കിലും തൊഴിൽ പഠിക്കുകയോ എന്തെങ്കിലും സാമ്പത്തികം ഉണ്ടാക്കാൻ വേണ്ടി എന്തോ ഒരു കാര്യം നിങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനായിട്ടുള്ള മുൻകരുതലുകൾ നിങ്ങൾ എടുക്കുകയാണ്. നിങ്ങളിപ്പോൾ ഒരു സാമ്പത്തികത്തിന് പ്രാധാന്യം കൊടുത്ത് എനിക്ക് സാമ്പത്തികം ഉണ്ടാക്കണം, ഉറച്ചു നിൽക്കണം, സ്വന്തം കാലം നിൽക്കണം എന്ന് കരുതി നിങ്ങൾ ബിസിനസ് പരമായിട്ടോ ജോലിക്കോ എന്താണെങ്കിലും നിങ്ങൾ അതിനെ ഇറങ്ങിത്തിരിക്കുന്നിട്ടാണ് കാണുന്നത്. അതാണ് നിങ്ങളുടെ എനർജിയിലേക്ക് പോകുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും ഭൗതിക വസ്തുക്കൾക്ക് പ്രാധാന്യം കൊടുക്കുന്നിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് പ്രാധാന്യം കൊടുക്കുന്നിട്ടാണ് കാണുന്നത്, ഇവിടെ കാണുന്നതാണ്. അപ്പോൾ രണ്ടാമത്തെ കാര്യം, നിങ്ങളിലേക്ക് വരുന്ന ഔട്ട്കം എന്താണെന്ന് ചോദിച്ചത്. അപ്പോൾ നിങ്ങളിലേക്ക് വരുന്ന ഔട്ട്കം എന്ന് പറഞ്ഞാൽ 7 ഓഫ് സോഡാണ്. 7 ഓഫ് സോഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ട്രിക്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾ വിജയം നേടുന്നിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ഏതെങ്കിലും സ്ഥലത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ട്രിക്ക് ഉപയോഗിച്ച് നിങ്ങൾ ഒരു വിജയം ഇന്ന് കരസ്ഥമാക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ അറിയേണ്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചു. ഇന്നത്തെ ദിവസം നിങ്ങൾ അറിയേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു. അറിയേണ്ട കാര്യം പേജ് ഓഫ് സോഡാണ്. ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമുണ്ടായിരിക്കാം. അതല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോട് സംസാരിക്കാനായിട്ട് നിങ്ങൾക്ക് ഒന്ന് കാണുവാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകാം. അതാണ് കാണുന്നത്. നിങ്ങൾ പാസ്റ്റിലേക്ക് നോക്കി നിങ്ങൾ എൻ്റെ വ്യക്തി ഒന്ന് കണ്ടിരുന്നെങ്കിൽ അല്ലെങ്കിൽ സംസാരിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകാം. അപ്പോൾ അതാണ് കാണുന്നത്. അപ്പോൾ അതിന് എന്താണ് യൂണിവേഴ്സ് തരുന്ന മറുപടി എന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ആ യൂണിവേഴ്സ് തരുന്ന മറുപടി കിങ് ഓഫ് സോഡാണ്. കിങ് ഓഫ് സോഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ തൽക്കാലം ഒന്നും ചെയ്യേണ്ട. നിങ്ങൾ നന്നായിട്ട് അവിടെ ഉറച്ചൊരു സ്ഥലത്ത് ഇരിക്കുക, നിങ്ങളുടേതായ കാര്യം നോക്കുക, നിങ്ങളുടേതായ ഒരു ഫെയിം, ഒരു കണ്ടീഷൻ, നല്ല സിറ്റുവേഷൻ, സാമ്പത്തിക നിലപാട് ഉണ്ടാക്കിയെടുക്കുക. ഇപ്പോൾ മറ്റൊന്നിനും ഇറങ്ങിത്തിരിക്കേണ്ട എന്നും നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കിയെടുക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ അതാണ് ഇന്നത്തെ യൂണിവേഴ്സിൻ്റെ മെസ്സേജ്. നിങ്ങളുടെ കറണ്ട് എനർജി എന്താണോ, നിങ്ങളുടെ എനർജി എന്തോ ഒരു ജോലിക്ക് ഇറങ്ങിത്തിരിക്കുന്നതും സാമ്പത്തികമായിട്ട് എന്തോ ഗ്രൗണ്ടഡാകാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ വിജയം ഉണ്ടാകുന്നതാണ്, എന്തെങ്കിലും ട്രിക്കായുള്ള വിജയം ഉണ്ടാകുന്നതാണ്. അപ്പോൾ നിങ്ങൾ മറ്റുള്ള കാര്യം, നിങ്ങളുടെ പേഴ്സണെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യം ഇന്ന് ആലോചിക്കുക, ചിന്തിക്കുക വേണ്ട. നിങ്ങൾ എന്തെങ്കിലും ബിസിനസ്സിന് പരമായിട്ട് കാര്യത്തിന് ഇറങ്ങിത്തിരിച്ച് നിങ്ങൾ ഫേമായിട്ടിരുന്ന് നിങ്ങളുടേതായ ഒരു നല്ലൊരു ഫൗണ്ടേഷൻ കെട്ടിയെടുക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.